ചങ്ങനാശ്ശേരി തിരുവല്ല കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സ്റ്റാൻഡിന്റെ കിഴക്കു ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. ചങ്ങനാശ്ശേരി തിരുവല്ല കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സ്റ്റാൻഡിന്റെ കിഴക്കു ഭാഗത്ത് ഗുഡ് മോർണിംഗ്. രക്ഷപ്പെട്ടു. ഓക്കെ കൊന്നാലോ? അതാരാട്ടോ അത്? അത് മിന്നൽ ബസ് ഓടിക്കുന്ന ആളാ. തിരുവനന്തപുരം പോണ ഇപ്പൊ തന്നെ അവൻ തിരിച്ചു വരും. എന്റെ കൊന്ന ഇപ്പൊ അവനെ കൊന്നു. ചേട്ടാ ഈ കോട്ടയത്തിൽ എപ്പോഴാ ബസ് ഉള്ളേ? കോട്ടയത്തിന് ഒരു 2:45 ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ആണോ? ഈ സൂപ്പർ ഫാസ്റ്റിന്റെ മുമ്പിൽ വല്ല ഉണ്ടോ? അതിന്റെ മുമ്പിൽ 2 കട്ട്ലൈറ്റ് ഒരു ബമ്പറും ഉണ്ട്. അതല്ലെന്ന് ഇത് അതിന് മുമ്പ് വേറെ വല്ല ബസ്സും ഉണ്ടോന്ന്? ഇത് എന്നോടാണോ ചോദിക്കാം? അവിടെ പോയി സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്കാം. അവിടെ ചെന്നപ്പോ അവിടെ അങ്ങ് ആരെയും കണ്ടില്ല. ആ പുള്ളി ഇതിൻ്റെ അകത്തിരിക്കുക. ആണോ? അത് മറന്നുപോയി. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. എവിടെ പോവാ? ഒരു ഇന്റർവ്യൂ ഉണ്ട് കക്കൂസിൻ്റെ അകത്ത്. കക്കൂസിനകത്തല്ല, എനിക്ക് ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂ പാസ്സാക്കി ഞാൻ ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാം. ചിന്തയായിട്ടാ വന്നേ. പിന്നെ ഇതിന് കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. അതിന്റെ ഒരു കൺഫ്യൂഷൻ, ഒരു വെപ്രാളവും ഒരു പരവേശവും ടെൻഷനാ. അതുകൊണ്ട് കക്കൂസി പോകാനുള്ള ചോദ്യം ഞാൻ പഠിച്ചില്ല. ഞാൻ പോയിട്ട് വരാം. നോക്കിയേക്കണേ, ഫയൽ നോക്കിയേക്കണേ. ശരി. നമസ്കാരം. ആളുണ്ടോ? ആളൊക്കെ ഉണ്ട്. ഇത് പറ്റത്തില്ല, ഈ പരിപാടി ഒന്നും ഇവിടെ പറ്റത്തില്ല. എന്താ? പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് അതിനകത്ത് കയറി പോണ പരിപാടി. ഇതെന്നാ എന്റെ പറയാ? എന്റെ ബാലൻസ് 7 രൂപ. ബാലൻസ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. കക്കൂസിനകത്തോ? എത്ര? 3 രൂപയോ? 7. 7ആണോ? എന്നാ പിടിച്ചേ, ഒരു 7 രൂപ ഇങ്ങോട്ട് കൊണ്ടുപോകും. പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ഇവിടെ ചില്ലറിയില്ലേ? ഇവിടെ ഒരു കാര്യം ചെയ്യും, എന്നാ ഇത് കൊണ്ടുപോകും. ഇതെന്തിനാ? എനിക്ക് കോട്ടയത്തേക്കുള്ള ടിക്കറ്റാ. ഞാൻ എന്തിനാ കോട്ടയത്തിന് പോണേ? ചുമ്മാ ഇരിക്കാതെ കോട്ടയത്തൊക്കെ ഒന്ന് കറങ്ങുന്നത്. ഏതായാലും പോകാതിരിക്കാന്നുള്ളത്. ഞാൻ ഒന്ന് പോട്ടെ. ഇല്ല പിന്നെ ടെൻഷൻ അങ്ങ് മാറി. ഇപ്പൊ ഓക്കെ, ഇനി എല്ലാം പഠിച്ചാൽ മതി. പിന്നെ ചേട്ടാ, അതാ നമ്മുടെ ആ സ്റ്റാൻഡിന്റെ മേളി 2 നില പണിയാൻ പോവാണോ? ആണോ? അതെന്താ? അത് പൊളിക്കാനായിട്ട്. കേരളത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോടാ അത്. കെട്ടിടങ്ങൾ പണിയും, അതങ്ങ് പൊളിച്ചു കളയും. പണിയുമ്പോൾ ആർക്കും ഒരു വിഷയമില്ല. കുറച്ച് കഴിയുമ്പോൾ അനധികൃതമാണെന്നും പറഞ്ഞ് അതങ്ങ് പൊളിക്കും. ട്രെൻഡാ അത്. അനധികൃതമാണെന്നും പറഞ്ഞ് പൊളിച്ചു കളയും. അതന്നെ ഇപ്പോഴത്തെ കാര്യം. 2000 രൂപയോ? എന്റെ അതേ ഉള്ളൂ. എന്റെ ചില്ലറിയില്ല, ചേഞ്ച് ഇല്ല. അതൊന്നും തരാനായിട്ട് ചേഞ്ച് തന്നാൽ എനിക്ക് പോകണ്ടേ? ഇന്റർവ്യൂ ഉള്ളതാണേ. എടാ, ഈ 2000 രൂപ എന്നാൽ ഞാൻ എവിടെ നേരത്തെ ചേഞ്ച് തരൂടാ പോയി. അന്നൊരു കാര്യം, ഞാൻ വൈകിട്ട് വന്നിട്ട് തരാം. അത് വേണ്ട. അവിടെ ഒത്തിരി പേര് ഇങ്ങനെ പറ്റിച്ചു. 50,000 രൂപ എനിക്ക് കിട്ടാനുണ്ട് കടം. വൈകിട്ട് തരാമെന്ന് പറഞ്ഞു. അത് നടക്കിയല്ലേ? ഇത് ഇവിടെ ഇരിക്കട്ടെ. അന്ന് പറയും, ചേട്ടാ എന്റെ വേറെ പൈസ ഇല്ലെന്ന്, എനിക്ക് വണ്ടിക്ക് പോകാനുള്ള അമ്മച്ചി അന്ന് വിട്ടാ വീട്ടിൽ. എന്നതായാലും വേണ്ട, ചേഞ്ച് പറ്റാ. ചേഞ്ച് വരുമ്പോഴത്തേക്കും അതുവരെ നീ ഇരുന്ന് പഠിക്കടാ. നിനക്ക് ഒത്തിരി പഠിക്കാനില്ല. എനിക്ക് പഠിക്കാനുണ്ട്. ഇവിടുന്ന് പഠിക്കാനോ? ഇവിടുന്ന് പഠിക്കും. ഇവിടുന്ന് പഠിച്ചാൽ ശരിയാവും. പഠി. അതെ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനകത്ത് കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ വന്തലും കിട്ടുമോ? കിട്ടണമല്ല, ഇവിടെ വന്ന ആൾക്കാർ ഒരു സംതൃപ്തി, അതാണ് എൻ്റെ ഒരു സന്തോഷം. അത് ശരി. എൻ്റെ പൊന്നു ചേട്ടാ, വല്ല ഡ്രൈവിങ്ങും പഠിച്ച് ഈ KSRTCയിലൊക്കെ എന്തുമാത്രം വേക്കൻസി ആണെന്ന് അറിയാവോ? ആണോ? പിന്നെ സ്റ്റാർട്ടിങ് തന്നെ 10 കിട്ടും, അറിയാവോ? സ്റ്റാർട്ടിങ് 10 കിട്ടുമ്പോൾ ഓടിക്കുമ്പോൾ എന്നാ കിട്ടൂടവേ? ഓടിക്കുമ്പോൾ ഒരു 10, 20, 30, 40. അതിപ്പോൾ അവൻ്റെ പണി അനുസരിച്ചിരിക്കും. 50,000 വരെ കിട്ടുമോ? 50,000 ഗുണമേ ഇല്ല. പിന്നെ മീറ്റർ സൂചിയില മീറ്റർ പോണ കാര്യമാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുവാണോ? ഞാൻ ഈ സ്റ്റാൻഡ് മൊത്തം നിങ്ങൾ അന്വേഷിച്ച് നടക്കുമല്ലായിരുന്നോ? എടി, നീ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ടല്ലേ, ഞാൻ ഇരിക്കണേ. പെട്ടെന്നൊന്ന് മുട്ടിയപ്പോ ഇങ്ങോട്ട് കയറിയതാ. എന്നോട് സ്നേഹമൊന്നുമില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ലോ. അതൊക്കെ പോട്ടെ. ഇന്നാണെങ്കിലേ നമ്മുടെ ഹെയർ പിൻ വളവ് വളച്ചില്ലേ, ഓർക്കുന്നുണ്ട് രാവിലെ? എന്റെ ദൈവമേ, എന്റെ ജീവൻ അങ്ങ് പോയി. പിന്നെ ചേട്ടൻ വന്ന് വളച്ചപ്പോഴാ എനിക്ക് അങ്ങ് സന്തോഷമായത്. ഞാൻ വളച്ച കൈ വെച്ചിരിക്കുവല്ലേ ഇതിനെ. പിന്നെ നീ ഇടക്കിടക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴല്ലോ ഇടക്കൊന്ന് സഡൻ ബ്രേക്ക് ഇട്ടേക്കണം. എന്തിനേട്ടാ? എടി, പുറകെ ഇരിക്കുന്ന എനിക്ക് വന്ന് നിന്നെ ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേ. കിട്ടുള്ളൂ. ഇപ്പൊ എവിടെ പോണു? ഞാൻ പോയിട്ട് വരട്ടെ ബാത്റൂമില്. ഞാൻ വരണം. ഞാൻ പോയിട്ട് വാ. പിന്നെ പിന്നെ ഇടക്കിടക്ക് അകത്തു ചെന്നിട്ട് ഓരോരുത്തർ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഉളി നോക്കേണ്ട കാര്യം തന്നെ. ഉളി നോക്കേണ്ട കാര്യമാണ്. ചിലവന്മാർ അതിനകത്ത് വൃത്തികെട്ട പടം വരച്ചു വെക്കും. വൃത്തികെട്ട പടം? അത് മാത്രമല്ല, കുറെ ഫോൺ നമ്പർ എഴുതി വെക്കും. ഫോൺ നമ്പർ എഴുതി വെച്ചത് ഇപ്പൊ എന്താ കുഴപ്പം? എന്താണ്? ഞാൻ രാത്രി കുത്തിയിരുന്ന് വിളിക്കുന്നു. അത് ശരി, അതല്ല പ്രശ്നം. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി കുത്തിയിരുന്ന് വിളിച്ചു. പാലക്കാടുള്ള ഒരു പെണ്ണുമ്പിള്ള എന്നോട് എല്ലാം പറഞ്ഞ് ഞാനങ്ങ് ചെന്ന് എന്നെ 4 ദിവസം കഴിഞ്ഞാൽ വിട്ടത്. AC ആയിരുന്നു. അതിന്റെ ക്ഷീണം എനിക്ക് എടുക്കും. അതുകൊണ്ട് ഞാനത് കറക്റ്റായിട്ട് നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. മനസ്സിലായി. കഴിഞ്ഞപ്പോ
അല്ല ഞാൻ പൈസ കൊടുക്കട്ടെ. വേണ്ട വേണ്ട ഞാൻ കൊടുക്കാതെ. വേണ്ട, പൈസ കൊടുക്കണ്ട. ഇല്ല ഞാൻ കൊടുക്കാം. ഇല്ല ചേട്ടാ, പൈസ എന്റെ ചെലവാ. ഇല്ല, എന്റെ ചെലവാണ്, ഞാൻ കൊടുത്തോളാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്റെ ചെലവ് അങ്ങോട്ട് കൊടുക്ക്. ഞാൻ കൊടുത്തോളാം. ഓക്കെ, ചെലവോ? സാധാരണ ഐസ്ക്രീം ബാറിലും കോഫി ഹൗസിലും എങ്ങനെ ചെലവ്? കക്കൂസി കയറിയിട്ട് ചെലവ് ചെയ്തിട്ടോ ഇവരൊക്കെ എന്നാ ചേഞ്ച് കിട്ടിയോ? ചേഞ്ച് ആയില്ല. അതെ വന്ന് തുടങ്ങണുള്ളൂ സഹോദരൻ. ചേഞ്ച് ആയില്ലേ? ഇല്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ അവിടെ പഠിക്കാം. പഠിക്ക്. എന്നാൽ കാര്യം ചെയ്യും, ഞാൻ എത്ര നേരം പഠിച്ച കാര്യങ്ങളൊന്നും ചോദിക്കാവോ? ചോദ്യങ്ങൾ ചോദിക്കാവോ? ഞാൻ ചോദിക്കണം അങ്ങോട്ട്. എന്നോട് ചോദിക്കും, ഞാൻ ഉത്തരം ടപ്പെന്ന് പറയാം. അപ്പൊ എനിക്ക് മറന്നുപോയില്ലോ എന്ന് അറിയാൻ പറ്റുമല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ ആർക്ക് വേണ്ടി പണിതു? ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. മുംതാസിന് വേണ്ടി പണിതു. നീ തോറ്റു പോവുള്ളൂ. നീ കല്യാണം കഴിക്കല്ലോ, ഒന്നും കഴിക്കില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ മൊത്തം ടൂറിസ്റ്റുകളാണല്ലോ ഇവിടെ മൊത്തം. നീ കണ്ടപ്പോ അതാ മുംതാസിന് വേണ്ടിയാ പണിത്. നീ പഠിക്കാൻ എവിടെയും മാറിയില്ലേ? ഹാളുണ്ടോ? ഹാളോ? എന്നാ കിടന്ന് സാധിക്കാനാണോ? ഹാളല്ല, ആളുണ്ടോ? ആള് ഒരെണ്ണത്തിലില്ല. ഇല്ല ഇല്ല അല്ല. എത്ര പൈസ? ഒന്നിന് 2 രൂപ, രണ്ടിന് 5 രൂപ. അത് കണക്ക് തെറ്റാണല്ലോ. അതിനാ 1 1 2 2 2 4 അല്ലേ? 5 വരുമല്ലോ. അതല്ല, ഒന്നിന് പോണതിന് 2 രൂപ, രണ്ടിന് പോണതിന് 5 രൂപ. അങ്ങനെയാ. മൊത്തം 7 രൂപ. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഹോട്ടലിൽ ചെന്ന് ചീഞ്ഞ ഫുഡും കഴിച്ച് ഉണ്ടാവണ ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെയും കാശ് കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ എന്ത് കഷ്ടമാവേ. ഞാനേ പോയിട്ട് വരാം. ഇവിടെ ഇതെങ്ങോട്ട് പോണു? ഇതെങ്ങോട്ട് പോണു? ഓ, ഇതാരും ഇങ്ങോട്ട് തിരിച്ചു വിട്ടേ. അവന്റെ തലയിടിച്ചല്ലേ? 1947 ആഗസ്റ്റ് 5 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ആഗസ്റ്റ് 5 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷികളുടെ രാജാവ്. പാറ്റ കാരണം. പാറ്റ. പക്ഷികളുടെ രാജാവ് പാറ്റ. പക്ഷികളുടെ രാജാവ് പാറ്റയോ? ചേട്ടാ, പക്ഷികളുടെ രാജാവ് കഴുകൻ. അത് എന്നോട് പറഞ്ഞ പാറ്റ നീയല്ലേ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? ആടെ എന്നാ ഞാനാ പറഞ്ഞത്? ശരി, ഓക്കെ. റേഡിയോ കണ്ടുപിടിച്ചത് ഏലിയാസ്. ഞാനുണ്ടല്ലോ റേഡിയോ കണ്ടുപിടിച്ച 2 മണിയാകുമ്പോ ഇവിടെ നിങ്ങൾ വരും. റേഡിയോ കണ്ടുപിടിച്ചത് 7 മണിക്ക് എത്തിയാ ഞാൻ ഓക്കെ. ഏലിയാസ് അല്ല, മാർക്കോണിയാ റേഡിയോ കണ്ടുപിടിച്ച. മാർക്കോണി. മാർക്കോണി. ഞാൻ പറഞ്ഞെന്നാന്നറിയോ? ഒരു 7 മണിക്ക് ഇങ്ങനെ എത്തിയാ. ചേട്ടാ, എന്നതൊക്കെ ഈ പറയുന്നത്? ഞാൻ ആദ്യം വിളിച്ച ആരാണേ? ഏലിയാസ്. ആണ്ട് കട്ടായി. നീ മഞ്ചായി ചിരിക്കാനായിട്ട് വന്നാണോ? ചേട്ടൻ ഈ ചേഞ്ച് ചെയ്യണോ? ഞാൻ വീട്ടിൽ പോകത്തില്ലേ? ഉണ്ടാക്കി ചേഞ്ച് ഉണ്ടാകട്ടെ. നീ ഒരു കാര്യം ചെയ്യും, ഈ ചാക്ക് നിറച്ച് ചില്ലറ പൈസയാ. ആണോ? നീ ഇത് എണ്ണി തിട്ടപ്പെടുത്തി 1995 രൂപ എടുത്തു. 5 രൂപ വെച്ചിട്ട് ഇവിടെ എണ്ണ. ഞാനോ ഇവിടെ ഇരുന്ന് എണ്ണ? ഞാനത് തരണ്ടല്ലോ എന്ന് ഓർത്തപ്പോ നീ ഇവിടെ കിടന്നത് ആരുടെ കെട്ട് കെട്ടി അയച്ചെടുത്തു. അയച്ചെടുത്തു. ആരുടെ കക്കൂസി കരാട്ട നടക്കുന്നത്? എന്നാണോ ഇതിനകത്ത്? കത്തിയോ? കത്തിയില്ല. ബ്ലേഡുണ്ടോ? ബ്ലേഡോ? അരിവാളില്ല. കത്തി എന്തെങ്കിലും? ഒന്നുമില്ലെന്ന്. ഒന്ന് കടിക്കാവോ? അല്ലെന്ന് ഒന്ന് സഹായിക്കാവോ? എന്നത്തിന്? എന്റെ അണ്ടർവെയറിന്റെ വള്ളിയല്ല. ഒന്ന് കൂടാക്കൂട്ട്. എന്റെ കയ്യിലില്ല, ഒന്നുമില്ലെന്ന്. പോ. കെട്ടുമുറുകി പോയി. ഇനി ഞാൻ എന്നാ ചെയ്യാനെ കെട്ടുമുറിയെങ്കിൽ? നോക്കട്ടെ. ഞാൻ ഇതഴിക്കാൻ വിടുന്ന പാടാണ് എനിക്കറിയാം. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് സൂപ്പർ എക്സ്പ്രസ് ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ടു പോകണം. അയ്യോ, പോരുത്. തൃശൂർ, കോഴിക്കോട് സൂപ്പർ എക്സ്പ്രസ് സ്റ്റാൻഡ് വിട്ട് പോകുന്നതാണ്. പോകരുത്. അത് പോയി. നടക്കൂ. ചേഞ്ച് നീ ജോർജ് മാസ്റ്റർ പോയിട്ട് അവിടെ നിന്ന് നമ്മള് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ എത്ര മണിക്കാ കല്യാണം? അവിടെ 10:30 ആകുമ്പോഴല്ലയോ? അത് കെട്ടല്ലേ? സദ്യ എപ്പോഴാ അവിടെ? അത് 12 മണിയാകുമ്പോ അവിടെ എത്തിയാൽ മതി. ആ സമയത്ത് എത്തിയാൽ മതി. സഹോദരാ, ഒന്ന് പോകാനായിട്ട് വന്നാ. 5 രൂപയാവും. പൂർണ്ണ എത്രയാ? തൂവാലയല്ല, കക്കൂച്ചി പോകുന്നതിന് എത്രയാണ്? അതിന് 5 രൂപയാണ്. കൊടുക്കടി 5 രൂപ. അന്യന്റെ വയർപ്പ് കൊണ്ട് അത്താഴുന്നവൻ അവന്റെ വയറ്റി ദഹിക്കത്തില്ല. അറിയാവോ? എന്നാ എനിക്ക് വേണ്ടത്. എന്താ അന്ന വാങ്ങുന്നില്ലേ? എനിക്ക് വേണ്ടത്. പ്രാക്ക് മേടിച്ചിട്ടുള്ള കൊടുത്തേ.
അയ്യോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആ എനിക്കൊരു ദുർസ്വഭാവമുണ്ട്. എന്നാ സ്വഭാവം? കക്കൂസി പോണേ പേപ്പർ വേണം. അയ്യോ അത് യൂറോപ്പിലൊക്കെ അല്ലേ പേപ്പർ, ഇവിടെ വെള്ളം ഉണ്ട് അതിനകത്ത്. അതല്ല, പത്രം വായിക്കുന്നത്. പത്രം വായിച്ചാലേ നടക്കുള്ളൂ. ഇതേ പത്രം എന്നാ വായിച്ചു. കണ്ണാടി എത്തിരിക്കട്ടെ. അയ്യോ നിങ്ങളുടെ കണ്ണാടി എടുത്തിട്ടില്ല, എൻ്റെ അത് മാത്രമേ ഉള്ളൂ. ഇയാളെങ്ങനെ വായിക്കും? ഒരു കാര്യം ചെയ്യ്, നീ വായിക്കും, ഞാൻ ഏറ്റു പറഞ്ഞോളാം. ആഹാ ലാഗടിക്കല്ല, ഉറക്കെ വായിക്ക്. ആറ്റിങ്ങൽ ആറ്റിങ്ങൽ 4 വരി പാതയുടെ 4 വരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂണിൽ ആരംഭിക്കാൻ തീരുമാനമായി. തീരുമാനമില്ലാത്ത കാര്യമല്ല, തീരുമാനമായി. താലൂക്ക് ഓഫീസിൽ നടന്ന താലൂക്ക് ഓഫീസിലാണ്, അല്ലാതെ ഗവൺമെന്റ് ആശുപത്രിയിലല്ല. താലൂക്ക് ഓഫീസില് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. നമുക്കൊന്ന് പാടാം, കരങ്ങൾ അടിച്ചുകൊണ്ടൊന്ന് പാടാം. ഓക്കെ. ചിദംബരമേ 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 ചിദംബരമേ. എന്താ പ്രശ്നം? സാറേ എന്റെ ഭർത്താവിന് ഒരു പ്രശ്നമുണ്ട്. അങ്ങേർക്ക് ഒരു കെട്ട് പിണഞ്ഞു പോയി. സാത്താന്റെ പാതയിൽ സഞ്ചരിച്ച് കെട്ട് വീടുന്നെങ്കിൽ എല്ലാ കെട്ടുവാളിൽ നിന്നും പൊട്ടി മാറട്ടെ. ആ കെട്ടല്ല, ഇത് അണ്ടർവെയറിന്റെ കെട്ട് ഇറുകി പോടാവേ. അയ്യോ കെട്ടായിട്ട് വന്നേക്ക്, വാടി വാ നമ്പുവാ. തിരുവല്ലായിൽ എപ്പോഴാ? തിരുവല്ലായിൽ 10:30. 10:30 വാ. വർഗീസ് അച്ചായന്റെ അവിടുത്തെ കല്യാണം 12-ാം തീയതി കേട്ടോ. കൺവെൻഷൻ ആർന്നൂടെ? കൺവെൻഷൻ ആർന്നു ഇതിന്റെ അകത്ത്. എന്റെ പൊന്നു ചേട്ടാ, രാവിലെ ഞാൻ ഇങ്ങനെ അടുത്ത് പറഞ്ഞതാ, ഒരു വഴിക്ക് പോകുമ്പോ രാവിലെ ബാത്റൂമിൽ പോയിട്ട് വേണം ഇറങ്ങാനെന്ന് പറഞ്ഞ. ഈ സമയത്താണ് അവളുടെ ഇത് കഴിക്കാൻ പറ്റുള്ള ഊരാക്കൂടി പോയി. എനിക്ക് കാര്യം സാധിക്കണം, എങ്ങനെയും സഹായിച്ചാൽ പറ്റുള്ളൂ. ഫയർഫോഴ്സിനെ വിളിക്കാൻ പറ്റുമോ? ഫയർഫോഴ്സിനെ ഇനി ഞാൻ എവിടെ നിന്ന് വിളിച്ചോണ്ട് വരാം? ഞാൻ എന്നാലും കണ്ണൂര് പോട്ടെ. മനുഷ്യനിവിടെ പാടുപെട്ടിരിക്കുമ്പോ അയ്യോ അവൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് കണ്ണൂർക്ക് പോയി. അവനെ തൊഴിക്കണ്ടായിരുന്നേ. ചേട്ടാ ചേഞ്ച് എണ്ണീട്ട് പറ്റുന്നില്ല. ചേഞ്ച് നീ ഇതിലോട്ട് എണ്ണി തീർന്നില്ലേ? പിന്നെ അന്ന് പറഞ്ഞ 3-4 രൂപയാണ്. ഈ കണ്ട രൂപയിലും കൂടെ വന്നിട്ട് ഞാൻ എണ്ണി തീർന്നെന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് ചേഞ്ച് തന്നെ പറഞ്ഞാൽ ഞാൻ എവിടെ ഉണ്ടാക്കും? എന്റെ ഇന്റർവ്യൂ കല്യാണം ഒന്നും നടക്കത്തില്ല. ഉണ്ടാക്കും, ശരിയാക്ക്. ബാത്റൂമിൽ പോയാലും എന്തിയെ പൈസ തന്നില്ല കേട്ടോ. നീ ഇറങ്ങി വരട്ടെ. ഹലോ അറിയുന്നില്ല. പുള്ളിക്കാരത്തിനൊന്ന് വിടാൻ പറ്റും? നടക്കാല. പെണ്ണുങ്ങളെ വേണമെങ്കിൽ അങ്ങോട്ട് കയറ്റും, പുരുഷന്മാരെ കയറ്റില്ല. അല്ല, ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ട്. ഇല്ല, സഹായിക്കത്തില്ല, അത് നടക്കില്ല. സന്ധിക്ക് കയറാലോ. സന്ധ്യക്കാവുമ്പോ പകലായാലും രാത്രിക്കായാലും ഉച്ചക്കായാലും സന്ധ്യക്ക് കയറാം. ആ സന്ധ്യയല്ല, എന്റെ ഭാര്യ സന്ധ്യക്ക് എന്റെ കൂടെ കയറാലോ. സഹോദരൻ ഞാൻ പറഞ്ഞ കേക്ക്, സന്ധ്യക്ക് സ്ത്രീകളുടെ ഇതിലെ കയറാൻ പറ്റുള്ളൂ, ആണുങ്ങൾക്ക് പുരുഷന്മാർ. ഇത് എഴുതി വെച്ചാൽ കണ്ടില്ലോ. ഇനിയൊക്കെ ഉണ്ടല്ലോ കുളവി കൊത്തി ചവിടാ. നീയൊക്കെ ഒരു മനുഷ്യനെ സഹായിക്കാൻ ഞാൻ ഇപ്പൊ വരാം, നിങ്ങളുടെ വെയിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളെ ചാല് പോയില്ലേ? അറിഞ്ഞില്ലേ? ഇല്ല. ആ ബസ് പണി മുടക്കാണ്, മിന്നൽ പണി മുടക്ക്. മിന്നൽ പണി കൊടുക്കും. ആലപ്പുഴയിൽ KSRTC ബസ് കത്തിച്ച്, അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ വർക്കേഴ്സ് എംപ്ലോയി യൂണിയന്റെ എല്ലാവരും കൂടി നേരെ ചേർന്നിട്ട് ഒരു മിന്നൽ പണി മുടക്കം ഇങ്ങോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പണി മുടക്ക് മാത്രമേ ഉള്ളൂ, ഒരു വണ്ടിയും പോകല. ബസ് പോകത്തില്ലേ? ബസ് പോകത്തില്ലെന്നേ. ബസ് പോകത്തില്ല. ഒരു വണ്ടി കിട്ടും. തിരുവല്ല വണ്ടി പോകത്തില്ല, മിന്നൽ പണി മുടക്കാണ്. വണ്ടി ഒന്നും പോകത്തില്ല. ബസ് പോകത്തില്ലെന്ന് എനിക്ക് ഇന്റർവ്യൂ. എന്റെ കല്യാണം നടക്കത്തില്ല, ബസ് പോകത്തില്ല. ബസ്സില്ലാതെ ഞാനങ്ങനെ പോകാനാ? ഞാൻ ചെയ്യാനത് ബസ്സില്ലാതെ ഞാൻ എന്താ ചെയ്യാനാ? എനിക്ക് ജോലി കിട്ടത്തില്ല. മനുഷ്യ ഇങ്ങോട്ട് ഇറങ്ങി വാ. അവിടെ മിന്നൽ പണി മുടക്കാണ്, നിന്ന് പാല് ഒന്നും നടക്കൂല. മിന്നൽ പണി മുടക്കാണെന്ന് ഒന്നും നടക്കൂല, പാല് വെച്ചിട്ട് പോക്കൊന്നും. എന്റെ മിന്നൽ പണി മുടക്ക് കഴിഞ്ഞപ്പോ ഇവിടെ മിന്നൽ പണി മുടക്കോ?
എനിക്കിപ്പോ ജോലി കിട്ടത്തില്ല, പറഞ്ഞു പിടിച്ച് എനിക്ക് ജോലി കിട്ടത്തില്ല. ഈ ചേട്ടൻ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ബസ് കിട്ടി ഞാൻ പോകത്തില്ലായിരുന്നു. നേരത്തെ വന്നെങ്കിൽ 35,000 ചില്ലറ എടുത്ത് തന്നിട്ട് ഞാൻ എനിക്ക് ജോലി പോകാൻ പറ്റാത്ത. പക്ഷെ അത് ഞാൻ ഒരു കാര്യം ചെയ്യും, നിനക്കിപ്പോ ജോലിയാണ് അത്യാവശ്യം. എനിക്ക് ജോലിയാണ് അത്യാവശ്യം. ഒരു 500 രൂപ തരാം, ഉച്ചക്ക് ഊണും തരാം, വൈകുന്നേരം പട്ടിയുടെ പടമുള്ള ഒരു പൈന്റും മേടിച്ചു തന്നാ നിൽക്കാം. അത് മതി, അത് മതി. എന്നാ ഇവിടെ ഇരുന്നു, അവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഇരുന്നു. ആ ടൈ ഊരി കളഞ്ഞത് ഒന്നും പറയണ്ട, 5 രൂപ ഇട്ടിട്ട് പൊക്കോളൂ. ഇവിടെ ഇന്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. കേട്ടോ? അതെ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോണല്ലോ. ഞങ്ങൾക്ക് പോകണ്ടേ എങ്ങനെയും പോകാനൊന്നും പറ്റിയല്ലോ, ഇനി വണ്ടിയില്ലല്ലോ. ഞങ്ങൾക്ക് എങ്ങനെ പോണം? എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ എന്റെ അളിയന്റെ ഹോട്ടൽ അവിടെ ഉണ്ട്. എന്റെ അളിയന്റെ ഹോട്ടൽ അവിടെ ഉണ്ട്. എവിടെ? കാണുന്ന അളിയന്റെ ഹോട്ടലല്ലേ? അല്ല, ഞങ്ങൾക്ക് വശക്കല്ല അളിയന്റെ ഹോട്ടലിൽ പോയി കഴിക്കാൻ. ഞങ്ങൾക്ക് അങ്ങനെ ഇതിൽ വേറെ ഹോട്ടലിൽ പോയി കഴിക്കാലോ. അതെന്നാണ് നിങ്ങൾ അളിയന്റെ അടുത്ത് പോയി കഷ്ടം ഉഗ്രം ഭക്ഷണ. പിന്നെ അല്ല, ഇയാൾ ഇങ്ങനെ നിർബന്ധിക്കുന്ന അളിയന്റെ കടയിൽ പോയി കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കുക നിങ്ങൾ നിർബന്ധം പറഞ്ഞാ? അതെ, അളിയന്റെ അടുത്ത് പോയി കാശ് കൊടുത്ത് കഴിച്ചാലേ എന്റെ കീശയിൽ കാശ് വീഴൂ.